കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വീറ്റ് കോൺ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്വീറ്റ് കോൺ വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള 3 വെറൈറ്റി ഡിഷസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിൽ നിന്നും ഇതിൻ്റെ ആ കുരുകളൊക്കെ ഒന്ന് അടർത്തി മാറ്റണം. ഞാനിപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കൈവച്ചിട്ടൊന്ന് വേർപ്പെടുത്തിയെടുക്കണം. ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് അടർത്തി മാറ്റി വെച്ചിട്ടുള്ള കോൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ ആ സമയത്തും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കോണൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ കോണൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഓരോ റെസിപ്പിയും കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കോണ് 3 ബൗളിലാക്കി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തയ്യാറാക്കുന്നത് മസാല കോണാണ്. പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ബൗളിൽ കോൺ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുറി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് ചാട്ട് മസാലയാണ്. അതുപോലെ 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു മസാലയൊക്കെ ഈ കോണിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിക്കണം. അപ്പോൾ 1 മിനിറ്റ് നേരത്തേക്കൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്ത് ഈ ഒരു കോണിൽ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള ആദ്യ റെസിപ്പിയായ മസാല സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ കാണിക്കുന്ന 3 സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മസാല സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇനി ഈ ഒരു മസാല സ്വീറ്റ് കോൺ പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇനി തയ്യാറാക്കുന്നത് ബട്ടർ കോണാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കോൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ബട്ടറൊക്കെ മെൽറ്റായി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പെപ്പറും സോൾട്ടൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടണം. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബട്ടർ സ്വീറ്റ് കോൺ റെസിപ്പി ഒട്ടുമിക്ക ആളുകൾക്കും പരിചയം ഉണ്ടാവും. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി ഇതിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ചൂടോടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ഐറ്റം ആയിട്ടുള്ള ബട്ടർ സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്ലെയിൻ ടേസ്റ്റാണ്. ബട്ടറിൻ്റെയും അതുപോലെ പെപ്പറിൻ്റെയും ഒക്കെ ആ ടേസ്റ്റാണ് ഇതിന് ഫീൽ ചെയ്യുക. ഇതും ചൂടോടെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്വീറ്റ് കോൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അധികം സ്പൈസി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് 3ാമത്തെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാകുമ്പോൾ ചെറിയൊരു കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ റെസിപ്പികളൊക്കെ ചെയ്ത പോലെ തന്നെ ഇതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം സോയാ സോസാണ്. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് റെഡ് ചില്ലി സോസാണ്. ഈ ഒരു റെഡ് ചില്ലി സോസിന് പകരം ഗ്രീൻ ചില്ലി സോസ് ആയാലും മതി. ഇതെല്ലാം കൂടെ ഒരു 5 സെക്കൻഡ് നേരത്തേക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ദാ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോൺ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇതുവരെയായിട്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ സോയാ സോസും ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചൊരു ഉപ്പ് ഇതിലുണ്ടാവും. ഇനി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മുറി നാരങ്ങാനീര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സോസും നാരങ്ങാനീരും ഒക്കെ ഈ ഒരു സ്വീറ്റ് കോണിൽ പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ സ്വീറ്റ് കോണിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള റെസിപ്പി റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ സോസിൻ്റെയൊക്കെ ഫ്ലേവർ ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കറക്റ്റായൊരു ഫ്ലേവർ നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ആരും സ്വീറ്റ് കോണൊന്നും പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.